എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുതമ്പുരാൻ തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന 9-ാമത്തെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യത്തിലൂടെ യേശുതമ്പുരാൻ 2 വിധത്തിലുള്ള ജനങ്ങളെ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. 1-ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുക്രിസ്തു പറയുന്ന പാതയിലൂടെ ജീവിക്കുന്നവരാണ്. എന്നാൽ 2-ാമത്തെ വിഭാഗത്തിലുള്ള ആളുകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവരാണ്. അവർ മറ്റുള്ളവർ ദൈവകൽപ്പന അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് നോക്കി നടന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുവാനും അത് കണ്ട് സന്തോഷിക്കുവാനും സമയം ചെലവഴിക്കുന്നതിനാൽ അവർക്ക് ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്നു. അവർ ചെയ്യുന്ന തിന്മകൾ എന്തെന്ന് അവർ അറിയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ളവരെ പറ്റി റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹത്തെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അവമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നവരിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ അനുയായികളായ നിങ്ങൾക്ക് കഷ്ടതകളും ഉപദ്രവങ്ങളും ഉണ്ടാകും എന്ന് യേശുക്രിസ്തു മുൻകൂട്ടി തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ തൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത യോഹന്നാൻ സ്നാപകൻ മുതൽ എല്ലാവരും ഉപദ്രവങ്ങളേറ്റ് രക്തസാക്ഷികളായി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടപ്പാടുകളെ അറിയുവാൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഗിരിപ്രഭാഷണ വേളയിൽ 9-ാമത്തെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അവിടെ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ പ്രതി ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നാൽ
അപ്പോസ്തലനായ പൗലോസിനെ പോലെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.